ആക്ടിവിസ്റ്റ് ശീതൾ ശ്യാമിലേക്ക് കടക്കുന്നു. ആദ്യം ശീതൾ, ശോഭന വിവാദം വരെ എനിക്ക് ഓർമ്മയുള്ളതാണ്. ഈ സൈബർ അധിക്ഷേപത്തിന്റെ കണക്ക് പറഞ്ഞാൽ ഹണി റോസ് കേട്ടതിനും അപ്പുറത്തേക്ക് ഉള്ള സൈബർ ആക്രമണം നേരിട്ട ഒരാളാണ് ശീതൾ ശ്യാം. അത് ശീതൾ ശ്യാം എന്നൊരു വ്യക്തിക്കെതിരെ മാത്രമല്ല, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ആറ്റിറ്റ്യൂഡും ആക്രമണവും കൂടിയായിരുന്നു. കേട്ട് ചെവി തഴമ്പിച്ച് കാണും. പക്ഷേ ഹണിറോസിനെ പോലെ ഒരാൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ, നിയമ നടപടിയായിട്ട് പോകുമ്പോൾ പൊട്ടിച്ചിരിക്കാനും സന്തോഷിക്കാനും തോന്നുന്നില്ലേ? എനിക്ക് സന്തോഷത്തെക്കാളുപരി എനിക്ക് ഹണീനെ അഭിനന്ദിക്കാനും കെട്ടിപ്പിടിക്കാനും തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് പുതിയ കാലത്ത് വളരെ ഉത്തേജനവും ആശ്വാസവും അത്ഭുതവും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അത് പലതരം മനുഷ്യർക്കിടയിലാണ് അത് ഉണ്ടാക്കുന്നത്. കാരണം നമ്മളിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം രാവിലെ എടുത്ത് തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ അത് പലപ്പോഴും നമ്മുടെ ശരീരത്തെ, നമ്മുടെ ലൈംഗികതയെ, നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റിയെ, ഇതിനൊക്കെയാണ് പലപ്പോഴും പല സൈബർ ഇടങ്ങളിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും പറയാറ്. അപ്പൊ ഇവരുടെ ഇവര് വിചാരിക്കുന്നത് ഇവർ സംസാരിക്കുന്നത് കൊണ്ട്, ഇവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇവർ ഉപയോഗിക്കുന്ന ഭാഷകൾ, ഇവർ പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാവും, വിഷമമുണ്ടാവും എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ വളരെ വർഷങ്ങൾക്ക്, ഏകദേശം പറഞ്ഞാൽ 2008 മുതലാണ് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു തുടങ്ങിയത്. ഓർക്കുട്ട്, അവിടെ നിന്ന് ഫേസ്ബുക്ക്, അങ്ങനെ പലതരം സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വർഷത്തിനിടയിൽ ഒരുപാട് ഈ പറയുന്ന അറ്റാക്കുകൾക്ക് ഇടയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഹണിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ആദ്യം ഹണീനെ കണ്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത്, ഹണി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ നേരിടുന്നതെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കമന്റ്സ്, അതിൽ വരുന്ന മീംസ്, റീൽസ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ പറയും ചിരിച്ചു തള്ളാറുണ്ട്, എനിക്ക് അത് ചിലതൊക്കെ തമാശയായിട്ട് എടുക്കാറുണ്ട്, ചിലത് ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഹണിക്ക് ശ്രദ്ധിക്കേണ്ടി വന്നത് ആ ട്രോമയാണ്. ഹണി ഇപ്പൊ പറഞ്ഞതുപോലെ താൻ ആ പരിപാടി സ്ഥലത്ത്, താൻ അതിഥിയായി ക്ഷണിച്ച സ്ഥലത്ത് താൻ അപമാനിക്കപ്പെടുമ്പോൾ തനിക്ക് അവിടെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ പ്രതികരിക്കാത്ത സമയത്ത് നിന്നും അവിടെ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് നിയമപരമായി പോരാടുന്ന ഒരവസരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഒത്തിരി മനുഷ്യർക്ക് ആശ്വാസമാണെന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഹണിയെ പോലെ ഒരു വ്യക്തി അത്ര പെട്ടെന്നൊന്നും നമുക്ക് തകർക്കാനോ ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മാനസികമായി ബുദ്ധിമുട്ടാക്കാനൊന്നും കഴിയില്ല. കാരണം അവർ വളരെ സ്ട്രോങ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അവരെ പോലുള്ള ആളെ പോലും മാനസികമായി തകർത്തുവെങ്കിൽ നമ്മുടെ സൈബർ ലോകം എത്ര മോശകരമാണ്, അതില് കമന്റ് ഇടുന്നവരായിട്ടുള്ള ആളുകൾ എത്ര വിരുദ്ധരാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കേരളം വളരെയധികം പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സൈബർ ഇടങ്ങൾ, അത് ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും യൂട്യൂബ് ആയാലും പല ഇടങ്ങളിൽ അത് പലപ്പോഴും വളരെ മോശകരമായി ഉപയോഗിക്കുന്നുണ്ട്. മീഡിയ, പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയാസിന് വലിയൊരു പങ്കുണ്ട് അതിൽ. കാരണം അവർ പലപ്പോഴും തങ്ങളുടെ ക്യാമറകളുടെ ആംഗിൾ പോലും, അത് വൈൽഡ് ആംഗിൾ ആയിക്കോട്ടെ, ഓഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുകളിൽ നിന്നായിക്കോട്ടെ, താഴെ നിന്നായിക്കോട്ടെ, അങ്ങനെ പലതരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ജോലിയിൽ വ്യാപൃതരാവുകയാണ്. അതിലൂടെ അവർ അരി വാങ്ങാണ്, ഭക്ഷണം കഴിക്കുകയാണ്. എത്രത്തോളം മോശകരമാണെന്നുള്ളതാണ്. പല നടിമാരും അത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പല സോഷ്യൽ സെലിബ്രിറ്റികൾ അത് പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ നേരെ വരുന്ന ക്യാമറകൾ തങ്ങളുടെ ശരീരങ്ങളെ പലപ്പോഴും അപഹാസ്യമായിട്ട് കണ്ടന്റ് എഴുതി, തംബ്ലൈൻ എഴുതി അവർ ഉപയോഗിക്കാറുണ്ടെന്ന്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മാനസിക ബുദ്ധി ബോധം ഓൺലൈൻ മീഡിയാസിന് പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.